നമ്മുടെ ഈ നമ്മുടെ നമ്മുടെ നമുക്കേതായാലും കേരളത്തിൽ ഇപ്പോൾ പുതിയ മന്ത്രിസഭ അധികാരമേറ്റിരിക്കുകയാണ്. നല്ല രീതിയിൽ അത് പോകും എന്നുള്ളൊരു പ്രതീക്ഷയാണുള്ളത് കാണുന്നത്. ആദ്യത്തെ മന്ത്രിസഭായോഗത്തിൽ തന്നെ അവർ നേരത്തെ പറഞ്ഞിരുന്ന ഇന്ദിരാ ഗ്യാരണ്ടിയിൽ 2 എണ്ണം അവർ നടപ്പാക്കുന്നു ആയിട്ട് പ്രഖ്യാപിച്ചു. അതിൽ ഉള്ള ഒരു പ്രഖ്യാപനം എന്ന് പറയുന്നത് KSRTCയിലെ ബസ്സിൽ സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്രയാണ്. പക്ഷേ അതിൻ്റെ വിശദ വിവരങ്ങൾ അതെങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ചൊന്നും വന്നിട്ടില്ല. അത് ജൂൺ 15 അത് പറഞ്ഞേക്കുന്നത് മുതലാണ് അത് പറഞ്ഞേക്കുന്നത്. അതിനിടെ കയറിയിട്ട് ഈ ഈ മന്ത്രിസഭ വരുന്നതിന് മുമ്പ്, മന്ത്രിസഭ തീരുമാനിക്കുന്നതിന് മുമ്പ് തന്നെ ഇവർക്ക് ഭൂരിപക്ഷം കിട്ടിക്കഴിഞ്ഞപ്പോൾ തന്നെ വനിതാ മോർച്ച എന്നും പറഞ്ഞൊരു സംഘടന നേരത്തെ ഇറങ്ങി ഒരു ബസ് കയറി ഫ്രീ ആയിട്ട് പോകേണ്ടതാണ്, സൗജന്യം, ഞങ്ങളത് അങ്ങ് പോകും. ആ പാവപ്പെട്ട കണ്ടക്ടർ ഒരു സ്ത്രീയാണ്. അവരുടെ കയ്യിൽ നിന്ന് 840 രൂപ, അവർക്ക് ആ ദിവസം കിട്ടുന്ന വരുമാനം അതുപോലും കാണത്തില്ല. അത് 840 രൂപ അവരുടെ കയ്യിൽ നിന്ന് കൊടുക്കേണ്ടതായിട്ട് വന്നു വനിതാ മോർച്ചക്കാർ. കാരണം ഈ വനിതാ മോർച്ചയൊക്കെ ഉണ്ടല്ലോ, ആ ചെയ്ത പണിക്ക് പിടിച്ചു കൊണ്ടുപോയി അകത്തെണ്ണം കേസും എടുക്കേണ്ടതാണ്. അതൊന്നും ചെയ്തില്ല, അവരെ പറഞ്ഞു വിട്ടു. അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. ഞാൻ പറഞ്ഞത് സമരം ചെയ്യേണ്ടെന്നല്ല, തോന്നിവാസമായിട്ട് സമരം ചെയ്യരുത്. ഏതായാലും BJP നേതൃത്വം അത് അറിഞ്ഞിട്ട് ഇങ്ങനെയുള്ള ആക്ഷേപം ഉണ്ടാക്കുന്ന വിധത്തിലുള്ള കാര്യങ്ങൾ ചെയ്യരുതെന്ന് നിർദ്ദേശം കൊടുത്തിട്ടുള്ളതായിട്ട് മനസ്സിലാക്കുന്നു. നല്ല കാര്യം അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ. ഇനി അത് അങ്ങനെ ആകുമ്പോൾ എനിക്കൊരു ആലോചന ഉണ്ടായിരുന്നു. ഈ ഒരു 15 ലക്ഷം രൂപ വീതം നമ്മുടെയൊക്കെ അക്കൗണ്ടിൽ ഇങ്ങോട്ട് കിട്ടുമെന്ന് പറഞ്ഞായിരുന്നല്ലോ, ഇടുമെന്ന്. അത് എനിക്ക് കിട്ടിയില്ല. നിങ്ങൾക്കൊക്കെ ആർക്കെങ്കിലും കിട്ടിയോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അത് പറഞ്ഞിട്ട് ഇത്രയും നാൾ അധികാരത്തിലായി, എന്നിട്ട് ഇതുവരെ എനിക്ക് കിട്ടിയിട്ടില്ല. അങ്ങനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ആണെന്നുണ്ടെങ്കിൽ ഇതും ഇവർക്ക് ചെയ്യാം. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാണല്ലോ, ആ പ്രഖ്യാപനത്തിന് ഉണ്ടായ കാര്യമായി ചെയ്തേക്കുന്നെങ്കിൽ പ്രഖ്യാപനം എല്ലാവരും നടപ്പാക്കണം. ഇവർ മാത്രം പോരാ, ചെയ്താൽ പോരാ. പിന്നെ ഇതിനകത്തുള്ള ഒരു ബുദ്ധിമുട്ട്, KSRTC ഇപ്പോൾ ഗണേഷ് കുമാർ ഭരിക്കാൻ വന്നതോടുകൂടി അത് അന്നേരം മാത്രമാണ് അത് ലാഭത്തിലെന്ന് പറഞ്ഞാൽ ഒരു ബ്രേക്ക് ഈവനിലാണ് അത് പോയിക്കൊണ്ടിരിക്കുന്നത്. കുഴപ്പമില്ല, നല്ലതായിട്ട് പോകുന്നു. അവർക്കൊക്കെ ശമ്പളമൊക്കെ കിട്ടുന്നുണ്ട്. മറ്റേത് ശമ്പളമൊന്നും കിട്ടാതെ അവർ വളരെ വിഷമിക്കുകയായിരുന്നു ഇതിനു മുമ്പുണ്ടായിരുന്ന സമയത്ത്, ഗണേഷ് കുമാർ വരുന്നതിന് തൊട്ട് മുമ്പ് വരെ. ആ ഗണേഷ് കുമാറിന് ഇതിനെക്കുറിച്ച് അറിയാവുന്നതാണ്. അദ്ദേഹത്തിന് ഒരുപാട് ബസ് സർവീസ് ഉണ്ടായിരുന്നു, ഉള്ളത് എനിക്കറിയാം. അപ്പോൾ അത് നടത്തി നല്ല പരിചയമുണ്ട്. അതുകൊണ്ടാണ് ഇതെങ്ങനെ കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ച് അദ്ദേഹം മനസ്സിലാക്കി ചെയ്തത്. ആ എക്സ്പെർട്ടൈസ് ഉണ്ടല്ലോ, അത് വേണം ഇനിയുള്ള, അതായത് ഇപ്പോൾ ഇനി വരാൻ പോകുന്ന മന്ത്രി അത് ഒന്ന് മനസ്സിലാക്കി മുമ്പോട്ട് പോകണം. അതാണ് വേണ്ടത്. കാരണം അത് നല്ല വിവരമായിട്ട് കൈകാര്യം ചെയ്താൽ മാത്രമേ ഇത് മുമ്പോട്ട് കൊണ്ടുപോകാൻ നോക്കൂ. പക്ഷേ സ്ത്രീകളെന്ന് പറയുന്നവരാണ് യഥാർത്ഥത്തിൽ ഈ ബസ് യാത്രക്കാരെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ. ഒരാൾ എൻ്റെ അടുത്ത് പറഞ്ഞാണ്, അപ്പോൾ എൻ്റെ ഡ്രൈവർ തന്നെ വണ്ടിയിൽ വരും, ബസ്സിൽ വരും, കാണുമ്പോൾ നോക്കുന്നത് എന്താ അറിയോ, ഒരു 70% ആളുകളും സ്ത്രീ യാത്രക്കാരാണ് ബസ്സിലുള്ളത്. 30% മാത്രമേ ഉള്ളൂ പുരുഷന്മാർ. പണ്ട് സ്ത്രീകൾക്കൊരു 4-5 സീറ്റ് മുമ്പിൽ നിന്ന് ഇങ്ങോട്ട് മാറ്റി വെക്കും. ഇന്നാണെങ്കിൽ എന്താ, ബാക്ക് സീറ്റ് വരെ അവരാണ് ഉള്ളത്, സ്ത്രീകളാണ് ഉള്ളത്. കാര്യം കൂടുതലും ജോലിക്ക് പോകുന്ന അവരൊക്കെയാണ്. അപ്പോൾ അതിനുവേണ്ടി കൊടുക്കുന്നതിൽ നല്ലതേ ഉള്ളൂ. ജോലിക്ക് പോകുന്ന സ്ത്രീകൾക്കാണെന്നുണ്ടെങ്കിൽ ഇതൊരു വലിയ കാര്യമാണ് ഇതുപോലെ സൗജന്യ യാത്ര കൊടുക്കുന്നത്. ഇതൊരു തമാശയ്ക്കുള്ള യാത്രയ്ക്ക് ഇനി അത് വരുമോ എന്ന് നമുക്ക് നോക്കണം. മാത്രമല്ല, എല്ലാ ബസ്സുകളിലും ഇപ്പോൾ ഓർഡിനറി വേണാടെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഗ്രാമങ്ങളിൽ ഓടാൻ പ്രത്യേകം ഇതുപോലെ ഓർഡിനറി ബസ്സുകൾ വേറെയുണ്ട്. പിന്നെ സിറ്റിയിൽ ഓടുന്ന സിറ്റി സർവീസ് ബസ്സുകളുണ്ട്. ഇതൊക്കെ ഓർഡിനറി ആയിട്ട് ഗണിക്കപ്പെടുന്നതാണ്. ഇതിലേക്ക് മാത്രമാണോ ഇതുള്ളത്, അതോ ഫാസ്റ്റ് പാസഞ്ചർ, സൂപ്പർ ഫാസ്റ്റ്, മിന്നൽ എന്ന് പറയുന്നതുണ്ട്. പിന്നെ അതേപോലെ തുടങ്ങി വളരെ ചാർജ് കൂടുതലുള്ള ബസ്സുകളുണ്ട്, ദീർഘദൂര ബസ്സുകളൊക്കെ ഉണ്ട്. അതിലേക്കൊക്കെ ഒരു കണക്കില്ലാതുള്ള യാത്രയാണോ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് സർക്കാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അത് നോക്കിയിട്ട് അത് ചെയ്യുക. കാരണം ഇത് ഒരു പ്രസ്ഥാനം ഒന്നാകെ നശിക്കാൻ പോയി കഴിഞ്ഞാൽ സ്ത്രീകളെ രക്ഷപ്പെടുന്നതോടൊപ്പം ആ പ്രസ്ഥാനത്തിൽ വർക്ക് ചെയ്യുന്ന മുഴുവൻ ആളുകളും വഴിയാധാരമാകരുത്. അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം. പിന്നെ പോരെങ്കിൽ പ്രൈവറ്റ് ബസ്സുകാർ, എന്തായാലും ശരി, സ്വകാര്യ ബസ്സുകളുടെ ആളുകൾ ഇതിന് പ്രശ്നമായിട്ട് ഇറങ്ങും. അതിൻ്റെ കാരണം എല്ലാവരും KSRTCയിലെ പെണ്ണുങ്ങൾ കയറുള്ളൂ. സ്വകാര്യ ബസ്സുകൾ ആണുങ്ങൾക്ക് മാത്രമുള്ള സ്ഥാപനമായിട്ട് മാറും. ഇനി അതാ വരുന്നത്. കാരണം സ്ത്രീകൾക്ക് മറ്റേതെല്ലാം കയറിയാൽ മതിയല്ലോ. പിന്നുള്ള ഒരു കുഴപ്പമെന്നൊക്കെ പറഞ്ഞാൽ
ഇത് ഈ ഈ ദൂരം ലിമിറ്റ് ചെയ്തെന്നിരിക്കട്ടെ, ഇപ്പോൾ ഒരു 50 കിലോമീറ്ററിൽ കൂടുതൽ പാടില്ല, സൗജന്യ യാത്രയില്ല എന്ന് പറഞ്ഞാൽ അതും പ്രശ്നമാണ്. 50 കിലോമീറ്റർ കഴിഞ്ഞ് അവിടെ ഇറങ്ങിയിരിക്കും, വീണ്ടും അടുത്ത 50 കിലോമീറ്ററിലേക്ക് അടുത്ത വണ്ടി കയറിയാൽ പോരെ. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് അതൊന്നും പറ്റുന്നതല്ല. ഇതിന് ശരിയായ പാരാമീറ്റേഴ്സ്, ശരിയായ കാര്യങ്ങൾ ഏർപ്പെടുത്തണം. അത് ഈ കണ്ടീഷനിലാവണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. നോക്കണം, വനിതകൾക്ക് കൊടുക്കുന്നതിൽ ഒരു കുഴപ്പമില്ല, കൊടുക്കേണ്ടതാണ്. അവർക്ക് യാത്ര, നല്ല സുഖകരമായ യാത്ര അവർക്ക് നടത്താനുള്ള ഇടയുണ്ടാക്കി കൊടുക്കണം. ഇനി അതേപോലുള്ള മറ്റ് ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട തീരുമാനം ഞാൻ ആദ്യം പറഞ്ഞതാണ്, മന്ത്രിസഭ ആദ്യം തീരുമാനിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞു. ഏതായാലും അത് തന്നെ അവർ ചെയ്തിട്ടുണ്ട്. അടുത്തത് ആശമാർക്കുള്ള ആ വേതനം കൂട്ടിയത് 3000 രൂപ ഒറ്റയടിക്ക് അവർക്ക് കൂട്ടി കൊടുത്തു മാസം. അതൊരു വലിയ നേട്ടമല്ലേ? ഇതുവരെയുള്ള സർക്കാർ ഒന്നും ചെയ്യാത്ത ഒരു കാര്യമാണ് ആ ചെയ്തേക്കുന്നത്. അതിന് നമുക്ക് ഈ സർക്കാരിനെ പ്രകീർത്തിക്കണം. കാരണം ആശമാർക്ക് അവർ തെരുവിൽ കിടന്ന് 264 ദിവസം അവർ കിടന്നിട്ട് അവരെ തെരുവ് നായ്ക്കൾക്ക് പോലും കൊടുക്കാത്ത പരിഗണന, കൊടുക്കുന്ന പരിഗണന പോലും ആ പാവങ്ങൾക്ക് കൊടുത്തില്ല അന്നത്തെ ഗവൺമെൻറ്. അതിൻ്റെതാണ് ഈ അറിഞ്ഞത് മുഴുവൻ. ഈ ആശകൾ, ഈ കഷ്ടപ്പെടുന്നതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങളുണ്ടല്ലോ, അവരുടെ എല്ലാം മനസ്സിൽ ഇത് ബാധിച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രതിഫലനം കൂടാണ് ഈ തെരഞ്ഞെടുപ്പിലുണ്ടായ ഇടതുപക്ഷ മുന്നണിക്കുണ്ടായ വൻ പരാജയം. കാരണം അത് രാജാവ് മാത്രമേ ഉള്ളായിരുന്നു അന്ന് തീരുമാനിക്കാൻ. വേറെ ആരും, രാജാവിനോടൊപ്പം നിൽക്കുന്നവരൊന്നും അതിൽ ഇടപെട്ടിട്ടില്ല. ഒരഭിപ്രായമില്ല ആർക്കും. എന്ത് വേണമെങ്കിലും അദ്ദേഹം തീരുമാനിച്ചോട്ടെ എന്നുള്ള ഇതായിരുന്നു. ഇനി അതല്ല വേണ്ടത്, കൂട്ടുത്തരവാദിത്തമാണ് വേണ്ടത്. ഈ ചെറിയ കാര്യങ്ങളിലൊക്കെ ഉള്ള കലശലൊക്കെ അങ്ങ് ഒഴിവാക്കണം. ഇന്ന വകുപ്പ്, ആ വകുപ്പ് ഇന്നത് വേണം, മറ്റേത് വിട്ടു കൊടുക്കാൻ പാടില്ല, മറ്റേത് കൊടുക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ അങ്ങ് തീരും, ഇത്രയേ ഉള്ളൂ. അപ്പോൾ അത് ഏതായാലും ശരി, നല്ല രീതിയിൽ പോകണം, നല്ല നല്ല തീരുമാനങ്ങൾ ഇതുപോലെ വരണം. പിന്നെ അടുത്തത് വയോജനങ്ങൾക്ക് ഉള്ള ഒരു അതിനു വേണ്ടിയുള്ള ഒരു കമ്മീഷൻ. പക്ഷേ കമ്മീഷനുകൾ വേണോ, കൂടുതൽ വേണോ എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കണം. പലപ്പോഴും കമ്മീഷനുകൾ വെള്ളാനകളായി മാറുന്നത് നമ്മൾ കണ്ടിട്ടുള്ളത്. ഒരു അധികാര കേന്ദ്രീകരണത്തിന് വേണ്ടി മാത്രം, ഓരോരുത്തർ അധികാരം കിട്ടാൻ വേണ്ടി മാത്രം, അവർ ഉല്ലസിക്കാൻ വേണ്ടി മാത്രം ആയിട്ടുള്ള ചില പ്രസ്ഥാനങ്ങളുണ്ട്. അങ്ങനെ ആകരുത്. കാരണം ഇതെല്ലാം മുഴുവൻ ഈ പോകുന്നത് ജനങ്ങളുടെ ചുമലിലേക്കാണ് എന്നാലോചിക്കണം, ഈ ബാധ്യത മുഴുവൻ. പിന്നെ ഈ മന്ത്രിമാർക്ക് ഒരു 2 ടേം, ഓരോ ടേം വ്യവസ്ഥ കൊടുക്കുന്നത്, അതിൽ വലിയൊരു അപകടമുണ്ട്. അതായത് ഒരു 3 വർഷം ഒരു മന്ത്രിയുടെ സ്റ്റാഫായിട്ടിരിക്കുന്ന ഒരാൾ 3 വർഷം കംപ്ലീറ്റ് ചെയ്താൽ, റിട്ടയർ ചെയ്താലും അയാൾക്ക് പെൻഷൻ കിട്ടും. അപ്പം ഈ 3 വർഷം, അങ്ങനെ 3 വർഷം ഇല്ലാതിരിക്കുന്ന ഉള്ള ഒരു പരിപാടി ചെയ്ത് എന്താണെന്നറിയാമോ, 2 വർഷം ഒരു ദിവസം ആയാലും അത് 3 കണക്കാക്കണമെന്ന്. ഇതെവിടെങ്കിലും നമ്മൾ കേട്ടിട്ടുള്ള ന്യായമാണോ? 2 വർഷവും ഒരു ദിവസമായാലും 3 വർഷമായിട്ട് കണക്കാക്കി പെൻഷൻ കൊടുക്കണം. ഒരു തീരുമാനം എടുത്ത് ഇതൊക്കെ തിരുത്തണം. ഇതൊക്കെ വിവരക്കേടും വഷളത്തരമാണ് കാണിക്കുന്നത്. മാത്രമല്ല, ഈ പേഴ്സണൽ സ്റ്റാഫ് എന്നും പറഞ്ഞ് ഇഷ്ടമുള്ളവരെ നിയമിക്കുന്ന പരിപാടി ഉണ്ടല്ലോ, അതങ്ങ് കുറയ്ക്കണം, ഒരുപാട് കുറയ്ക്കണം. വേണ്ടാന്ന് ഞാൻ പറയുന്നില്ല, ഒരു 3-4 പേരെ അങ്ങനെ എടുത്തോട്ടെ. അല്ലാതെ ഒരാൾ 2.5 വർഷത്തിന്, ഈ പറഞ്ഞ പോലെ 2 വർഷവും ഒരു ദിവസം ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അയാൾ ഇറങ്ങുമ്പോൾ അയാൾ ഒരു 10-21 പേരെ പിടിച്ചാക്കിയാൽ കഴിഞ്ഞാൽ അതിനെ മൊത്തം ബാക്കി ഉള്ള ആളുകൾ വഹിക്കണം ഇതിൻ്റെ പെൻഷൻ കൊടുക്കുക. അപ്പോൾ എന്താണെന്നറിയാം, അവരെ മൊത്തം അങ്ങ് അടിച്ചു മാറ്റിയിട്ട് മറ്റേ അടുത്ത ആൾ വരുന്ന ആൾ പുതിയ ആളുകളെ നിയമിക്കും. അതായത് ഇന്നെഫക്റ്റ് ഒരു 42 പേരുടെ പെൻഷൻ മൊത്തവും ഈ ജനങ്ങൾ വഹിക്കണം. അത് ആലോചിക്കേണ്ട കാര്യമാണ്. പേഴ്സണൽ സ്റ്റാഫിലുള്ള അംഗങ്ങളുടെ എണ്ണം കുറയ്ക്കുന്നതിനെക്കുറിച്ച് യഥാർത്ഥത്തിൽ ബഹുമാനപ്പെട്ട മന്ത്രിമാരും, മുഖ്യമന്ത്രിയും മന്ത്രിമാരും ആലോചിക്കണം. കാരണം ഇങ്ങനൊരു എണ്ണം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞില്ലേ, അത് നാണക്കേടുണ്ടാക്കരുത് വഴിയിൽ. ഇപ്പം ഓരോ വീടിന് വേണ്ടി അടികലശൽ, കാറിൻ്റെ നമ്പറിന് വേണ്ടി അടികലശൽ അതൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ വരുന്നു. അതൊന്നും വരരുത്. നിങ്ങളെ ജനങ്ങൾ മറ്റവരെ അഴിമതി കണ്ട് മടുത്തവരാണ് നിങ്ങളെ കൊണ്ടുവന്ന അധികാരത്തിലേക്ക്. ആ ഒരു ബോധ്യം വേണം എന്നും പ്രവർത്തിക്കാൻ. അത് അത്യന്താപേക്ഷിതമായൊരു കാര്യമാണ്. ഇതൊക്കെ നമ്മൾ വളരെ ശ്രദ്ധിച്ച് വേണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ. ഇല്ലെങ്കിൽ വളരെ അപകടമാണ്. ആലോചിച്ച് കാര്യങ്ങൾ തീരുമാനിക്കുക. പിന്നെ ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇത് അതുപോലെ തന്നെ ഒരുപാട് മെച്ചപ്പെടാനുണ്ട് കാര്യങ്ങൾ. അതൊക്കെ വേണം. ഒരു വ്യത്യാസം ഉണ്ടാവണം, ജനങ്ങൾക്കത് ഫീൽ ചെയ്യാൻ വേണം. ആ രീതിയിലായിരിക്കണം കാഴ്ചപ്പാട്. ഈ ചിലവ് ഒരുപാട് ചുരുക്കുക, ചിലവ് ആർഭാടങ്ങൾ
അത് നല്ലതാണ് ആ ചുരുക്കുന്നത്. ഇപ്പോൾ യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞേക്കുന്നത് ക്ലിഫ് ഹൗസിന് അതിന് അവിടെ ഒരു 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 ആർഭാടവും ഒന്നും ഉണ്ടാക്കണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. നല്ല കാഴ്ചപ്പാടാണ്. അതേപോലെ എല്ലാവരും ആ രീതിയിലൊന്ന് ചിന്തിക്കണം. ആ രീതിയിലായിരിക്കണം പ്രവർത്തനം. ചിലവ് വളരെ ചുരുക്കുക. അങ്ങനെ പോകാം നമുക്ക്. ചിലപ്പം നമ്മുടെ കേരളം രക്ഷപ്പെട്ടു. അതുപോലെ ഒരു കാര്യം കൂടെ ഉണ്ട്. നമ്മൾ ഈ ഒരു ഹെലികോപ്റ്റർ കോടിക്കണക്കിന് രൂപ വെറുതെ കൊടുത്ത് എടുത്ത് ഇട്ടിട്ടുണ്ട് ഹെലികോപ്റ്റർ വാടകയ്ക്ക്. ആ കമ്പനി ഇഷ്ടംപോലെ പൈസ ഉണ്ടാക്കി. നമ്മുടെ കാശാണ്. ഇവിടെ ഹെലികോപ്റ്റർ കേരളത്തിൽ ഉപയോഗിക്കേണ്ട കാര്യങ്ങളില്ല യഥാർത്ഥത്തിൽ. മറ്റ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പലയിടത്തും വലിയ മലനിരകളും അതും ഇതൊക്കെ ഉള്ളതാണ്. യാത്ര ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെയുള്ളപ്പോൾ മേഘാലയ അല്ലെങ്കിൽ സിക്കിം തുടങ്ങിയ രാജ്യങ്ങളിൽ സംസ്ഥാനങ്ങളിലാണെങ്കിൽ അവർക്ക് ഈ ഹെലികോപ്റ്റർ സർവീസ് ആവശ്യമുണ്ട്. ഇവിടെ ഇത് ആവശ്യമില്ല. ആഡംബരമാണ്. ഇത് ചെയ്യരുത്. അതിനെ വെറുതെ വാടക കൊടുത്തിട്ടേക്കണ്ട. അങ്ങനൊരു തീരുമാനം എടുക്കണം നമ്മുടെ മുഖ്യമന്ത്രി. മുൻ മുഖ്യമന്ത്രി ഈ സൂക്ഷിച്ച ഹെലികോപ്റ്റർ അതങ്ങ് വിട്ടുകൊടുക്കണം. അതിൻ്റെ വാടകയെങ്കിലും കോടിക്കണക്കിന് രൂപയാണ്. ഓരോ കോടി രൂപ കണ്ട ഒരു മാസം 1 കോടി രൂപയും കണ്ട വാടക കൊടുക്കേണ്ടത്. ഉപയോഗിച്ചാലും ഉപയോഗിച്ചില്ലെങ്കിലും അത് അങ്ങ് നിർത്തലാക്കണം. അതും ചെയ്യണം.